സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. അപ്പനും എൻ്റെ അമ്മയും നീ, ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. അപ്പനും എൻ്റെ അമ്മയും നീ, ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ, മൃത്യുവിങ്കൽ വലഞ്ഞപ്പോൾ, ക്രൂശിൽ തൂങ്ങി മരിച്ചു നീ, നിന്റെ ജീവൻ നൽകി എനിക്കായി. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ, മൃത്യുവിങ്കൽ വലഞ്ഞപ്പോൾ, ക്രൂശിൽ തൂങ്ങി മരിച്ചു നീ, നിന്റെ ജീവൻ നൽകി എനിക്കായി. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോവിൻ്റെ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം മുതലാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. യാക്കോവിൻ്റെ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം മുതൽ വായിച്ച് കേൾക്കാം. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. ദൈവത്തിന് സ്തോത്രം. നാളെയെക്കുറിച്ച് നാം പല പദ്ധതികളും ഇടുന്നു, പല പരിപാടികളും ഇടുന്നു. പക്ഷേ അത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നേടാൻ പറ്റുകയില്ല എന്ന് വചനം വ്യക്തമായി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ പല പ്ലാനിങ്ങുകളുണ്ട്, ചില സ്കീംസ് അല്ലെങ്കിൽ ചില പദ്ധതികളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യപരിപാടികളുണ്ട്, ചില പ്രോഗ്രാംസ് ഉണ്ട്. ഇതെല്ലാം നാം നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ
അതെല്ലാം നിവർത്തിക്കുമെന്ന് പറയാൻ ആർക്ക് കഴിയും? അതെല്ലാം നിവർത്തിക്കാൻ കഴിയുമെന്ന് പറയാൻ ആർക്ക് കഴിയും? ഇതെല്ലാം നിവർത്തിക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമേ ഉള്ളൂ. ആർക്കും ഒരു പദ്ധതി സ്വന്തമായി ആസൂത്രണം ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്ലാനിങ് വേണ്ട എന്നല്ല, ആസൂത്രണങ്ങളൊന്നും പാടില്ല എന്നല്ല, ചെയ്യാം, പ്ലാൻ ചെയ്യാം. പക്ഷേ എപ്പോഴും ഓർത്തിരിക്കണം, ഇത് സംഭവിക്കണമെങ്കിൽ ദൈവത്തിന് കൃപ വേണം. ഞാൻ ഈ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാനിടുന്ന ഈ പദ്ധതികൾ ജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ വേണം. കർത്താവിൻ്റെ കൃപ കൂടാതെ ഒന്നും സാധിക്കുകയില്ല. ഈ കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. കാരണം നാളെ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നാളെ ഉണ്ടാകുമോ എനിക്കറിഞ്ഞുകൂടാ. നാളെ ഞാൻ ജീവിച്ചിരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. നാളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇടുന്ന പദ്ധതികൾ നിവർത്തിക്കാൻ എനിക്ക് കഴിവുണ്ടാകുമോ എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇൻഡെഫിനിറ്റ്നെസ്, ജീവിതത്തിൻ്റെ അനിശ്ചിതമായ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. എപ്പോഴും നാം കരുതലോടുകൂടി ഇരിക്കേണ്ടതാണ്. കാരണം ഒന്നും ശാശ്വതമല്ല, എല്ലാം നശ്വരമാണ്. ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം നശ്വരമാണ്. ഇന്നത്തെ ആരോഗ്യം നശ്വരമാണ്, ഇന്നത്തെ പണം നശ്വരമാണ്, ഇന്ന് നാം സമ്പാദിക്കുന്ന നേട്ടങ്ങളെല്ലാം നശ്വരമാണ്. അനശ്വരമായിട്ടൊന്നുമില്ല, എല്ലാം മാറിപ്പോകും. എല്ലാവരും മാറിപ്പോകും, എല്ലാം മാറിപ്പോകും. എന്നാൽ മാറാത്ത ഒന്നുണ്ട്, മാറാത്ത ഒരുവനുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. ആശ്രയിക്കാൻ കൊള്ളാകുന്നവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. നമുക്കറിയാം അക്കാര്യം. യേശുക്രിസ്തുവിനെ മാത്രമേ ആശ്രയിച്ചിട്ട് കാര്യമുള്ളൂ. മറ്റെന്തെല്ലാം ആശ്രയസ്ഥാനമുണ്ടെങ്കിലും എല്ലാം ഇളകിപ്പോകും. എവിടെയെല്ലാം നാം ചാരിയാലും നാം ചാരുന്ന ചാരുകളെല്ലാം ചാഞ്ഞു പോകും. ചായുന്ന ചാരുകളാണ്, ചായുന്നവ, ആടുന്ന വേലിയാണ്, ചായുന്ന മതിലാണ്. എല്ലാം നമുക്ക് ഇന്ന് കെട്ടുറപ്പോടെ ആശ്രയിക്കാൻ കൊള്ളാവുന്നതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. നമ്മുടെ സമ്പത്ത്, നമ്മുടെ വരുമാനമാർഗം, നമ്മുടെ ഭവനം, നമുക്കുണ്ടാകുന്ന പൈസയുടെ വരുമാനമാർഗങ്ങൾ എല്ലാം 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 ക്ഷണികമാണ്, അല്പനേരത്തേക്ക് കാണുന്നതാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും, മാറ്റമില്ലാത്തവൻ എൻ മനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി. മാറിടും മനുജരെല്ലാം, എല്ലാവരും മാറിപ്പോകും. എല്ലാവരും ഇന്നത്തെ സ്നേഹിതന്മാർ മാറിപ്പോകും, ഇന്നത്തെ സഹായികൾ മാറിപ്പോകും, ഇന്ന് നമുക്ക് ഉപകാരം ചെയ്യുന്നവർ മാറിപ്പോകും, ഇന്ന് നമ്മെ വാത്സല്യത്തോടെ കരുതുന്നവർ മാറിപ്പോകും, നമ്മെക്കുറിച്ച് ബഹുമാനത്തോടെയോ സ്നേഹത്തോടെയോ വീക്ഷിക്കുന്നവർ മാറിപ്പോകും, ഇന്ന് നമുക്ക് സഹായം ചെയ്യുന്നവർ മാറിപ്പോകും. എല്ലാം മാറും, മാറാനേ ഉള്ളൂ. ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം, ഈ ലോകത്തിൽ കാണുന്നതെല്ലാം എല്ലാം മാറുന്നതാണ്. മാറാത്ത ഒരാളുണ്ട്, അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു മാത്രം. നമുക്കത് പാടാം. മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും, മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും, മാറ്റമില്ലാത്തവരിൻ മനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി, മാറ്റമില്ലാത്തവരിൻ മനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി. ജീവിതം താൽക്കാലികമാണ്, ഇവിടെയുള്ളതെല്ലാം മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് ഉള്ള കാലം എനിക്ക് യേശുവിനെ പ്രസാദിപ്പിച്ച് നിൽക്കണം, യേശുവിനെ സന്തോഷിപ്പിച്ച് നിൽക്കണം. യേശുവിനെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ജീവിതം പൂജ്യമായി പോകും. എനിക്ക് എൻ്റെ ആയുസ് യേശുവിന് വേണ്ടി ചെലവഴിക്കപ്പെടണം. അതാണ് സമർപ്പണം. എൻ്റെ ഈ ആയുസ്സിൽ നിലനിൽക്കുന്നത് ക്രിസ്തു മാത്രമാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമാണ്, ക്രിസ്തുവിൻ്റെ രാജ്യം മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് യേശുവിന് വേണ്ടി എൻ്റെ ഈ ആയുസ് പൂർണ്ണമായും ചെലവഴിക്കപ്പെടണം, ഉപയോഗിക്കപ്പെടണം ക്രിസ്തുവിന് വേണ്ടി. അതാണ് പാട്ടുകാരൻ വീണ്ടും പാടുന്നത്. തീരണം ചേരും ഞാനോടുവിൽ പ്രിയനരിയിൽ, അരുമയോടവനെന്നെ മാറോടണയ്ക്കും. ചേരും ഞാനോടുവിൽ പ്രിയനരിയിൽ, അരുമയോടവനെന്നെ മാറോടണയ്ക്കും. എൻ്റെ നാളുകൾ തീരണം. എങ്ങനെ തീരണം?
ഈ പാരിൽ എൻ നാൾ തീരണം. തൃപ്പാദ സേവയതാൽ മതി. യേശുക്രിസ്തുവിൻ്റെ പാദസേവ ചെയ്ത് എൻ്റെ നാളുകൾ തീരണം പാരിൽ എൻ നാൾ തിരുപ്പാദ സേവയതാൽ. എന്നിട്ടോ ഒടുക്കം ഞാൻ ചേർന്നിടും അവൻ്റെ തിരുമാറിൽ. അവൻ്റെ തിരുമാറിൽ ഞാൻ ചെന്നണയും. നിത്യതയിൽ ഞാൻ അവൻ്റെ രാജ്യത്തിലെത്തും, ഞാൻ അവൻ്റെ പാദത്തിലെത്തും, ഞാൻ അവൻ്റെ തിരുമാറിലണയും. തീരണം പാരിലെന്നാൾ തിരുപാദ സേവയതാൽ. തീരണം പാരിലെന്നാൾ തിരുപാദ സേവയതാൽ. ചേരും ഞാനൊടുവിലൻ പ്രിയനരികിൽ. അരുമയോടവനെന്നെ മാറോടണയ്ക്കും. എല്ലാം നശ്വരമാണ്, എല്ലാം നശിക്കുന്നതാണ്, എല്ലാം മാറുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം മാറും. മാറാത്തത് യേശു മാത്രം. ഇതൊന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചാൽ നിങ്ങൾക്ക് വിശ്വാസ ജീവിതത്തിൽ നല്ല ജയകരമായി മുന്നേറാം. യേശുക്രിസ്തു മാത്രം മാറ്റമില്ലാത്തവൻ, എൻ്റെ ബലഹീനതകൾ കാണുന്നവൻ, എൻ്റെ ബലഹീനതകളിൽ സഹതാപമുള്ളവൻ, എൻ്റെ കഴിവുകേടിൽ എന്നോട് സഹതപിക്കുന്നവൻ, എൻ്റെ പോരായ്മയിൽ എന്നെ തള്ളിക്കളയാതെ എന്നെ ചേർത്ത് അണയ്ക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. യേശു സ്നേഹമായ യേശു. ഈ സ്നേഹമായ യേശു മാത്രമേ മാറ്റമില്ലാതുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ലളിതമായി ഈ ഒരു വിശ്വാസവും ആശ്രയവും നമുക്ക് വന്നാൽ ക്രിസ്തീയ ജീവിതം സമാധാനമായി നമുക്ക് മുന്നോട്ട് നയിക്കാം. ഇന്ന് നമുക്ക് പല കാര്യങ്ങളിൽ സമാധാനമില്ല. നമ്മുടെ കുടുംബജീവിതത്തിൽ സമാധാനമില്ല. നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകളും അലോസരങ്ങളുമുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, ഉള്ളു തുറന്ന് മിണ്ടാൻ പറ്റുന്നില്ല, മാത്രമല്ല ചിരിക്കാൻ പറ്റുന്നില്ല. ചിരിയില്ല പല വീടുകളിലും, സന്തോഷമില്ല വീടുകളിൽ. പുറമേ ഏതെങ്കിലും സമയത്ത് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ചിലപ്പോൾ ചിരിച്ചൊന്നു വരും. പക്ഷേ വീട്ടിൽ എത്തുമ്പോഴേക്കും എല്ലാം മ്ലാനത, എന്തെല്ലാമോ ഉള്ളിൽ പുകയുന്നു. എന്തെല്ലാമാണോ അതൊന്നും പറഞ്ഞു തീർക്കാൻ പോലും പറ്റുന്നില്ല, ഒന്ന് തുറന്നു പറയാൻ പറ്റുന്നില്ല. എല്ലാം അടച്ച് പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. ഈ ആവി അകത്ത് കിടന്നിങ്ങനെ തിങ്ങുമ്പോൾ അങ്ങ് അതിൻ്റെ അടപ്പ് ഇങ്ങനെ പയ്യെ പയ്യെ പൊക്കുന്നത് പോലെ ഉള്ളിലിങ്ങനെ അമർത്തി വെച്ചിരിക്കുന്നതായ വിചാരങ്ങളുടെ വിജൃംഭണങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ ആകെ താറുമാറാക്കുന്നു. നമ്മുടെ ജീവിതമാകെ വലഞ്ഞു പോകുന്നു. നമ്മുടെ സ്വസ്ഥത നശിച്ചു പോകുന്നു. നമ്മുടെ കുടുംബജീവിതം ഏറ്റവും വലിയ നിരാശാഭരിതമായി തീരുന്നു. അയ്യോ, ഈ ജീവിതം തീർന്നാൽ മതിയായിരുന്നു ചിലപ്പോൾ തോന്നിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോകജീവിതം, ഈ നശ്വരമായ ലോകജീവിതം എന്നും പ്രതിസന്ധിയുള്ളതാണ്, എന്നും പ്രശ്നങ്ങളുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ചാരുവാൻ യേശുവിൻ്റെ തിരുമാറുണ്ട്. ആ കാര്യം നമുക്ക് ഉറയ്ക്കണം. അത് നമുക്ക് ഉറപ്പേറിയൊരു നിർണയമായി മാറണം. യേശു ക്രിസ്തുവിൽ ഞാൻ ചാരുന്നു, മറ്റാരിലും ചാരാനില്ല. മറ്റെവിടെ ചാരിയാലും ആ കൊമ്പുകളെല്ലാം ഒടിഞ്ഞു പോകുന്നവയാണ്, ആ ശിഖരങ്ങളെല്ലാം ഉരിഞ്ഞു പോകുന്നതാണ്. എന്നാൽ യേശുക്രിസ്തു എനിക്ക് ചാരാം, യേശുക്രിസ്തു എനിക്ക് ആശ്രയിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ കാണുന്നത്, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. ഇന്നോ നാളെയോ പല പല കാര്യങ്ങൾ നേടാമെന്നൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. എന്തെല്ലാം പദ്ധതികളാണ് മനസ്സിൽ വരുന്നത്, എന്തെല്ലാം പദ്ധതികൾ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയുണ്ട്, പ്രസിദ്ധമായൊരു ഉപമയാണ് ധനവാനായ മൂഢൻ്റെ ഉപമ. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. ആ ഉപമയിൽ കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ്റെ ക്ഷണികമായ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുകയാണ്, വ്യക്തമായി കാണിച്ചു തരികയാണ്. ധനവാനായ ഒരു മനുഷ്യൻ, അവൻ്റെ ഭൂമി നല്ലപോലെ വിളഞ്ഞു, നല്ല കൃഷിക്കാരനാണ്, ധാരാളം നിലം പുരയിടങ്ങളുണ്ട് താനും. നല്ല വിളവെടുപ്പായിരുന്നു ആ പ്രാവശ്യം. ധാരാളമായി കൊയ്ത് കൂട്ടി. കളപ്പുരകളൊക്കെ അങ്ങ് നിറഞ്ഞു. അവിടെ പിന്നെ ഈ ഇതെല്ലാം കൂട്ടി വയ്ക്കാൻ പിന്നെ കളപ്പുരയിൽ സ്ഥലമില്ല. ആകെ ചിന്താക്കുഴപ്പം ഒന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതൊക്കെ എവിടെ സംഭരിച്ച് വയ്ക്കും? കളയാതെ സൂക്ഷിക്കണമല്ലോ. അത്ര പേരുത്താണ് കിട്ടിയത്. ചാഴിക്കേടില്ല, പുഴുക്കേടില്ല, ഒരു കേടുമില്ല. എല്ലാം നല്ല ഒന്നാന്തരം, പതിരിൽ കേട് പോലും ഇല്ലാത്ത ഒന്നാന്തരം നെന്മണികൾ. ഇതെല്ലാം എവിടെ കൂട്ടി വയ്ക്കും? പത്താഴങ്ങളൊന്നും പോരാ, നെല്ലറകളൊന്നും പോരാ. എന്ത് ചെയ്യും? രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യേണ്ടു ചിന്തിക്കുകയാണ്. വായിച്ച്, ധനവാനായൊരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവയ്പ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ,
നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ധനവാനായ ഒരു മനുഷ്യൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ് പ്രശ്നം. ആലോചനയാണ്. മനസ്സിങ്ങനെ പുകഞ്ഞ് ചിന്തിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്? ഉറക്കം വരുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്താ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഉള്ള കളപ്പുരകളൊക്കെ അങ്ങ് പൊളിച്ചു കളയാം. ഈ പത്താഴങ്ങളിലൊന്നും കൊള്ളുകയില്ല, നെല്ല് കൊള്ളുകയില്ല, നെല്ലോ ഗോതമ്പോ എന്തുവാകട്ടെ കൊള്ളുകയില്ല. ഒരു കാര്യം ചെയ്യാം, ഇപ്പോഴത്തെ ഈ പാണ്ഡികശാലകൾ പോലത്തെ വലിയ ഭണ്ണാരപ്പുരകളെല്ലാം പൊളിച്ചു കളയാം. ഒരു കാര്യം ചെയ്യാം, പുതിയവ പണിയാം. പ്രയാസമൊന്നുമില്ലല്ലോ. രൂപയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, നെല്ലുണ്ട്, സൗകര്യങ്ങളുണ്ട്, നല്ല ചുറ്റുപാടുകളുണ്ട്, നിലംപുരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, പണിയാമല്ലോ. ഇതെല്ലാമോ ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. രാത്രി കിടന്നുകൊണ്ട് ഇങ്ങനെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. ആരെയാണ് വിളിക്കേണ്ടത്? ഒരു സ്കെച്ചും പ്ലാനും തയ്യാറാക്കണമല്ലോ. എവിടെയാണിത് പണിയേണ്ടത്? ഭദ്രമായി ഇതെല്ലാം പണിയാൻ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ചെയ്യേണ്ടത്? പല പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചുറച്ചു. നല്ല സുഖകരമായ ചിന്തകളാണ് അപ്പോൾ വരുന്നത്. കാരണം കേടില്ലാതെ നിറപടിയായ സമൃദ്ധമായി ധാന്യം കിട്ടിയിരിക്കുന്നു. നല്ല സന്തോഷകരമായ ചിന്തകൾ, ഹൃദയത്തിൽ നല്ല കുളിർമ തരുന്നതായ ചിന്തകൾ, സന്തോഷം തരുന്നതായ ചിന്തകൾ. അങ്ങനെ കിടന്ന് എപ്പോഴോ ഒന്ന് മയങ്ങി. പക്ഷേ അതിനു മുൻപ് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഇനി പേടിക്കാനൊന്നുമില്ലല്ലോ. ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുക്കളല്ലോ സ്വരൂപിച്ച് വച്ചിരിക്കുന്നത്. ഏറിയ ആണ്ടുകൾക്ക്, അനേകം വർഷങ്ങൾക്കുള്ള വസ്തുവക ഞാൻ സംഭരിച്ചു വച്ചിരിക്കുന്നു. ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക ഞാൻ സ്വരൂപിച്ച് വച്ചിരിക്കുന്നു. ഇനി എനിക്ക് ആശ്വസിക്കാം, തിന്നാം, കുടിക്കാം, ആനന്ദിക്കാം. ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് സന്തോഷിച്ചും കിടക്കുകയായിരുന്നു. എപ്പോഴും ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ കുറെ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രയാസം പോലെ തോന്നി, എന്തോ ഒരു അസ്വസ്ഥത. എന്താണാവോ? ഏതോ ഒരു അസ്വസ്ഥത. ഒരുപക്ഷേ വയറ് കമ്പിച്ച് വരുന്നത് പോലെയോ, അതല്ല പയ്യെ വയറങ്ങ് വീർത്തു വന്നിട്ട് ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെയാണ് തോന്നുന്നത്. അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്താണ് എൻ്റെ വയറിലെന്താ കമ്പനം വന്നിരിക്കുന്നത്, സ്തംഭനം വന്നിരിക്കുന്നത്? എന്തായിരിക്കും? ഗ്യാസ് ആയിരിക്കും, അല്ലെങ്കിൽ അസിഡിറ്റി ആയിരിക്കും. എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ മതിയല്ലോ, സാരമില്ല. പക്ഷേ കൂടിക്കൂടി വരുന്നു. എഴുന്നേറ്റ് നോക്കി, പക്ഷേ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. നല്ല വേദന, അസഹ്യമായൊരു വേദന. അത് ഇങ്ങനെ താഴെ നിന്ന് വന്നിട്ട് നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് വന്നപ്പോഴേക്കും നെഞ്ചങ്ങ് പിളരുന്നത് പോലത്തെ ഒരു വേദന. അതങ്ങ് കയറി വന്ന് താടിയിലേക്ക് നീണ്ടു വരുന്ന വേദന. പിന്നെ ആ വേദന രണ്ട് കൈകളിലേക്കും വ്യാപിക്കുന്നു. എന്ത് പറ്റിയാവോ? ദേഹം കുറേശ്ശെ വേർക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് വേറെ ചിന്തയൊന്നുമില്ല. എന്താണ് ഈ വേദന? എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ വിളവിനെക്കുറിച്ച് ചിന്തയില്ല, പുതിയ ഭണ്ണാരപ്പുരയെക്കുറിച്ച് ചിന്തയില്ല, പുതിയ പാണ്ഡ്യശാലയെക്കുറിച്ചുള്ള ചിന്തയില്ല, പുതിയ പത്താഴത്തെക്കുറിച്ച് ചിന്തയില്ല, പുതിയ കെട്ടിടം പണിയുന്നതിനെക്കുറിച്ചുള്ളതായ പ്ലാനിങ് ഇല്ല, ഒന്നുമില്ല. ഇപ്പോഴൊരു ചിന്തയുള്ളൂ, എന്ത് പറ്റി എനിക്ക്? അദ്ദേഹം അടുത്ത മുറിയിൽ കിടക്കുന്നയാളെന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ശബ്ദം എഴുതുന്നില്ല. ശക്തമായി ശബ്ദിക്കാൻ തുടങ്ങുമ്പോഴേക്കും നെഞ്ച് പറിച്ച് കീറുന്നത് പോലത്തെ വേദന. വിഷമിച്ചു. എന്തു വേണ്ടു? കൂടി വന്നു. ശക്തമായി വേദന, ശക്തമായി. എണീക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. ആകെ അങ്കലാപ്പിലായി. ദേഹം ഇങ്ങനെ വിയർത്തൊഴുകുന്നു. ഞാനങ്ങ് മരിക്കുകയാണോ? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം. മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ചോദിച്ചാൽ എന്നല്ല, ചോദിക്കും എന്നാണ്. മരിക്കും എന്ന് തന്നെയാണ്. ഒരു ശബ്ദം കേൾക്കാം. ആരാ എന്നോട് പോയി പറയുന്നത്? മനസ്സിലായി? ദൈവം പറയുന്നതാണ്. ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഈ ശബ്ദം നേരത്തെ കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം നേരത്തെ കേട്ടിട്ടുണ്ട്. കാരണം അനേകം സുവിശേഷ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. സുവിശേഷ യോഗങ്ങളിൽ ഈ ശബ്ദം കേട്ട് പരിചയമുണ്ട്. ഈ ശബ്ദം ഇതിനു മുമ്പ് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അനുഭവ സമ്പത്തുണ്ട്. വചനം കേട്ട് പരിചയമുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞത് ദൈവം തന്നെയാണെന്ന് മനസ്സിലായി. മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. തീർന്നു. ഫോർ മെനി ഇയേഴ്സ് എന്നായിരുന്നു കണക്ക് കൂട്ടൽ.
ഏറിയ ആണ്ടുകൾക്ക് മതിയായി അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു. ഫോർ മെനി ഇയേഴ്സ്. എന്നാൽ ഇപ്പോഴോ ടു നൈറ്റ്, ഇന്ന് രാത്രി. ഇന്ന് രാത്രി നിൻ്റെ പ്രാണൻ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ആ മനുഷ്യൻ അന്ന് നിരാശയോടെ കടന്നുപോയി. ദൈവവിഷയമായി സമ്പന്നനാകാതെ കടന്നുപോയി. ദൈവവിഷയമായി സമ്പന്നനായില്ല. ഭൗതികമായ സമ്പത്തുണ്ട്, പക്ഷേ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയോ? എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയോ? ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. ഒന്നും അക്കരയ്ക്ക് കടത്തിക്കൊണ്ട് പോകാൻ പറ്റിയില്ല. അക്കരയ്ക്ക് പോരുകയില്ല. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. മനുഷ്യജീവിതം സ്ഥിരതയുള്ളതല്ല. മനുഷ്യജീവിതം എന്നും നശ്വരമാണ്, നശിക്കുന്നതാണ്. മനുഷ്യജീവിതം ക്ഷണികമാണ്. ഇന്ന് നാം കാണുന്ന മനുഷ്യൻ നാളെ എന്തായിരിക്കും അവൻ്റെ സ്ഥിതി നമുക്കറിഞ്ഞുകൂടാ. ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ മനുഷ്യൻ നാളെ പ്രഭാതം കാണുമോ? അറിഞ്ഞുകൂടാ. അല്ല, ഇന്ന് സന്ധ്യയ്ക്ക് ഉറങ്ങാൻ കിടന്ന മനുഷ്യൻ നാളെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമോ? അറിഞ്ഞുകൂടാ. ഇത്രയേ ഉള്ളൂ മനുഷ്യജീവിതം. മനുഷ്യൻ്റെ ആയുസ് ഇത്രയേ ഉള്ളൂ. മൂക്കിലെ ഒരു ശ്വാസം പോലെ മാത്രം. എന്താണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? 39 സങ്കീർത്തനം 4 വാക്യം. സങ്കീർത്തനക്കാരൻ വളരെ ധ്യാനാത്മകമായി ഇത് പാടുന്നുണ്ട്. 39 സങ്കീർത്തനം 4 വാക്യം. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിൻ്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആര് അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. ഇന്ന് നാം സമ്പാദിക്കുന്നു, നാം ശകുഴിയിലേക്ക് നീങ്ങുന്നു. നാളെ ഇത് വേറൊരാളുടെ കൈവശമാകുന്നു. ആളുടെ കൈവശം നിന്ന് വേറൊരാളിലേക്ക് മാറുന്നു. ഇങ്ങനെ കൈമാറി പോവുകയാണ്. എല്ലാം കൈമാറി പോകുന്നു. ഞാൻ വായിച്ചു, മഹാനായ അലക്സാണ്ടർ ദ ഗ്രേറ്റ് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം ലോകം മുഴുവൻ വിട്ടുപിടിക്കാൻ ഇറങ്ങിയതായിരുന്നു. സമർത്ഥനായിരുന്നു, കരുത്തനായിരുന്നു, വീരശൂര പരാക്രമിയായിരുന്നു. യൂറോപ്പിൽ ഗ്രീസിൽ തുടങ്ങിയ ആ സാമ്രാജ്യം വളർന്ന് ഏഷ്യയുടെ പല ഭാഗങ്ങളും കീഴടക്കി. വന്ന് അവിടെ പേർഷ്യയും അഫ്ഗാനിസ്ഥാനും എല്ലാം കടന്ന് നമ്മുടെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശമായ സിന്ധു നദീതടങ്ങളിൽ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു മടങ്ങിപ്പോകുമ്പോൾ രോഗമായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ചു. സമ്പാദിച്ചു കൂട്ടിയതെല്ലാം കണക്കില്ലാതെയായിരുന്നു. അദ്ദേഹം ഒരു വലിയ സത്യം മനസ്സിലാക്കി, ഒന്നും അക്കരയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്ന്. ഒന്നും അക്കരയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന് മനസ്സിലായി, ഇന്ന് ഞാൻ സമ്പാദിച്ചിരിക്കുന്നു, അത് വേറൊരാളിലേക്ക് കൈമാറുന്നു. ആ ആളിൽ നിന്ന് വേറൊരാളിലേക്ക് മാറുന്നു. ആർക്കും സ്വന്തം കൈ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല. സമ്പാദിച്ചു കൂട്ടിയതൊന്നും ആർക്കും സ്വന്തം കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അതുതന്നെ ചിന്തിച്ചു, അതുതന്നെ പറഞ്ഞു, കഷ്ടം, ഞാൻ അനേകം വസ്തുക്കൾ സമ്പാദിച്ചു, ഒന്നും എനിക്ക് സ്വന്തമായി വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ലല്ലോ. ഞാനിതാ ഏകനായി കടന്നു പോകുന്നു, ഒന്നുമില്ലാത്തതിനായി കടന്നു പോകുന്നു, വെറും കൈയായി കടന്നു പോകുന്നു, ഒന്നും എൻ്റെ കൈവശം ഇരിക്കില്ല. കഴിഞ്ഞൊരവസരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈകൾ രണ്ടും വെളിയിലോട്ട് ഇട്ടിരുന്നു എന്ന്. വെറും കൈയായിട്ടാണ് പോകുന്നതെന്ന് ലോകത്തെ അറിയിക്കാൻ. ആ മരണസമയത്ത് ഒരു ദൂത് ലോകത്തിന് കൊടുക്കാൻ വെറും കൈയായിട്ടാണ് പോകുന്നത്. ഏകനായി വന്നു, ഒന്നുമില്ലാത്തനായി വന്നു, ഏകനായി പോകുന്നു, ഒന്നുമില്ലാത്തനായി പോകുന്നു. മനുഷ്യത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവിതം ക്ഷണികം, മനുഷ്യജീവിതം നശ്വരം. ഇത് കണ്ടുകൊണ്ട് നാം മാറ്റമില്ലാത്തനായ ക്രിസ്തുവിലേക്ക് നോക്കുന്നതാണ് ഭാഗ്യം. മാറ്റമില്ലാത്തനായ ക്രിസ്തു ക്രൂശിൽ മരിച്ചു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നും ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. എന്തൊരു യാഥാർത്ഥ്യമാണത്. നിങ്ങൾ വാസ്തവമായി പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ നിങ്ങൾ ധ്യാനിക്കുമെങ്കിൽ
നിങ്ങൾ വിശ്വാസത്തോടെ ധ്യാനിക്കുമെങ്കിൽ നിങ്ങളുടെ അരികത്തേക്ക് നടന്നെടുക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണാം. പുറം കണ്ണുകൊണ്ടല്ല, അകത്തെ ആത്മക്കണ്ണുകളുണ്ട്. നിങ്ങളുടെ അരികത്തേക്ക് മന്ദം മന്ദം വരുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് അനുഭവിക്കാം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാം. ക്രിസ്തു നിങ്ങളോട് ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. ഇത് വെറും ഊഹാപോഹമല്ല പ്രിയരെയായി, ഊഹാപോഹമല്ല, വെറും തോന്നലല്ല. നിങ്ങൾ വാസ്തവമായി ഉള്ളിൽ നൊന്ത് ഞരങ്ങിയാണോ ഇരിക്കുന്നത്? നൊന്ത് കരഞ്ഞാണോ ഇരിക്കുന്നത്? വിഷമിച്ച് വഴിമുട്ടിയാണോ ഇരിക്കുന്നത്? മുന്നോട്ടൊരു ഗതി കാണാതെ അമ്പരപ്പോടെയാണോ ഇരിക്കുന്നത്? കാണാം ക്രിസ്തു നിങ്ങളുടെ അരിയിലേക്ക് വരുന്നത്. അത്യാവശ്യക്കാരനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ക്രിസ്തു നിങ്ങളുടെ അരിയിലേക്ക് വരും. വന്ന് നിങ്ങളുടെ അരികത്ത് ചേർന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയ നൊമ്പരങ്ങൾ കർത്താവ് ഒപ്പി എടുക്കും. നിങ്ങളുടെ കണ്ണീര് കർത്താവ് തുടച്ച് തരും. നിങ്ങളുടെ പുറം കർത്താവ് തലോടി തരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് ക്രിസ്തു വരുന്നത് നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ഭാരങ്ങൾ കാണുന്ന ക്രിസ്തു, നിങ്ങളുടെ ആകുലങ്ങൾ കാണുന്ന ക്രിസ്തു, നിങ്ങളുടെ നൊമ്പരം കാണുന്ന ക്രിസ്തു, നിങ്ങളുടെ പ്രശ്നം കാണുന്ന ക്രിസ്തു, നിങ്ങളുടെ ആവശ്യഭാരങ്ങൾ നിങ്ങൾ വലയുകയും ഞെരിയുകയും ചെയ്യുന്നത് കാണുന്ന ക്രിസ്തു നിങ്ങളുടെ അരികിലേക്ക് വന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയൂ ക്രിസ്തുവിനോട്, കർത്താവേ, എനിക്കിപ്പോൾ അത്യന്താപേക്ഷിതമായിരിക്കുന്നത് നിത്യജീവനാണ്. എപ്പോൾ കടന്നുപോയാലും നിൻ്റെ സന്നിധിയിലേക്ക് വരുമെന്നുള്ള ഉറപ്പാണ്. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിച്ചു എന്നുള്ളൊരു ഉറപ്പാണ്. എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് കിട്ടി എന്നുള്ള ഒരു ധൈര്യമാണ്. ഏത് സമയത്ത് ഞാൻ കടന്നുപോയാലും, ഇന്ന് രാത്രി ഞാൻ കടന്നുപോയാലും, ഇന്ന് പകൽ ഞാൻ കടന്നുപോയാലും, കർത്താവേ, എൻ്റെ ആയുസ് ഇന്ന് അധികം താമസിയാതെ തീർന്നാലും നിൻ്റെ സന്നിധിയിൽ ഞാൻ എത്തുമെന്നുള്ളൊരു ഉറപ്പാണ് എനിക്ക് വേണ്ടത്. നിത്യത യേശുവിനോട് കൂടെ എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് വേണം. നിങ്ങൾ പറഞ്ഞു നോക്കൂ, കാണാം യേശുവിൻ്റെ അത്തിരക്തം പുരണ്ട കരം നിങ്ങളുടെ തലമേൽ വയ്ക്കുന്നത്. ക്രിസ്തുവിൻ്റെ കരം നിങ്ങളുടെ തലമേൽ വയ്ക്കും. ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ പാപങ്ങളെ കഴുകും. വന്നുപോയ സകല പാപങ്ങളും കഴുകും. എല്ലാം നശ്വരം, എല്ലാം നശിക്കുന്നത്, എല്ലാം തീർന്നു പോകുന്നത്, തീരാത്തത് യേശുവിൻ്റെ സ്നേഹം. ആ യേശുവിൻ്റെ സ്നേഹം, തീരാത്ത യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ കാണാം യേശു നിങ്ങളെ തലോടുന്നത്, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത്. കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് പോയ വീഴ്ചകൾ എന്തെല്ലാമാണ്? കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങൾ എന്തെല്ലാമാണ്? ഏതെല്ലാം കെടുതികളിലാണ് വീണുപോയത്? എല്ലാം ക്ഷമിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, എല്ലാം ക്ഷമിക്കും. പാവം ഏറ്റു പറയുക, പാവത്തോട് അനുദപിക്കുക, പാവം ഉപേക്ഷിക്കുക, ഒരു പുതിയ ജീവിതം തുടങ്ങുക, യേശുവിനായി ജീവിതം സമർപ്പിക്കുക, മുഴുവൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക, യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൈമാറുക. അപ്പോൾ കാണാം യേശുവിൻ്റെ കരം വന്ന് നിങ്ങളെ തലോടുന്നത്. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുത്തെ ജീവനുറ്റ വചനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ജീവൻ്റെ വചനങ്ങൾ ഞങ്ങൾ കേൾപ്പിച്ചതിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. നാഥ, ഇന്ന് വചനങ്ങളെ കേട്ട് എല്ലാവരും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരും മേൽ തൃക്കരം വയ്ക്കണമേ കർത്താവേ. നിന്റെ സ്നേഹത്തലി മക്കളെ നിറയ്ക്കണമേ കർത്താവേ. എല്ലാവരും യേശുവിനെ കാണുവാനും യേശുവിനെ അറിയുവാനും യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും ഭാഗ്യം ലഭിച്ചവരെ എഴുന്നേൽപ്പിനിടയാക്കണമേ. എല്ലാവരെയും നന്മകളെ നിറയ്ക്കുന്നവരുടെ രണ്ടാമത്തവരെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.